മധുരമൊഴിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഏഞ്ചൽസ് ആർമി മിനിസ്ട്രിയുടെ ഏറ്റവും മധുരമുള്ള ഒരു സമ്മാനം മധുരമൊഴി. ആ വാക്കിൽ തന്നെയുണ്ട് ഒരു മധുരം. ജീവിതം മധുരകരമാക്കുവാനായി ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ കുടുംബം മധുരകരമാകാനാണ്. കുടുംബം മധുരകരമാകണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും മാധുര്യത്തോടെ വളരണം. അതിനുവേണ്ടിയാണ് ഈ എളിയ ശ്രമം മധുരമൊഴി. മധുരകരമായ കാര്യങ്ങൾ ജീവിതം മാധുര്യമായി തീരുവാനായി ചെറിയ ചെറിയ അനുഭവങ്ങളും സഭയുടെ കാഴ്ചപ്പാടുകളും വചനത്തിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ഒന്നു ചേർന്ന് പങ്കുവെക്കുന്നു. എല്ലാവർക്കും മധുരമൊഴിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ബഹുമാനപ്പെട്ട ജോർജ് ഗ്ലോറിയ, സഭയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു അൽമായ പ്രേക്ഷിതൻ കൂടിയാണ്. ജോർജ് ഏട്ടനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മോടൊപ്പം ഇന്ന് ഒരു കുടുംബത്തിൽ നിന്ന് വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ ചെറിയാനും അതുപോലെ തന്നെ മഞ്ജു ചേച്ചിയുമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അതിഥി ഇവരുടെ 5ാമത്തെ കുഞ്ഞായ നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് മാർട്ടിൻ ചെറിയാനാണ്. ഇതിന് വളരെ പ്രത്യേകതയുണ്ട് ഈ കുഞ്ഞിന്. അതിലേക്ക് നമ്മൾ പിന്നീട് വരും. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ കുഞ്ഞ് തന്നെയാണ്. സ്നേഹപൂർവ്വം നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. മധുരമൊഴിയിൽ ഓരോ ആഴ്ചയും നമ്മൾ ഓരോരോ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു. കുടുംബജീവിതം ഏറ്റവും മനോഹരമായിട്ട് എങ്ങനെ കൊണ്ടുപോകാം, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ തിരുസഭയിൽ വിശുദ്ധമായി സ്വർഗം ആഗ്രഹിക്കുന്ന രീതിയിൽ, തിരുവചനം പറയുന്നത് പോലെ വിശുദ്ധിയിലും വിജ്ഞാനത്തിലും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ എങ്ങനെ വളർത്തിക്കൊണ്ടുവരാം, അതാണ് മധുരമൊഴിയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. എത്ര കുഞ്ഞുങ്ങൾ വരെ ഒരു കുടുംബത്തിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളുടെ എണ്ണം നിർവചിക്കാനുള്ള അവകാശമുണ്ടോ? ഒത്തിരിയേറെ ചൂടേറിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും തിരികൊളുത്തിയ ഒരു ചെറിയ വിഷയമാണിത്. ഇത് പറഞ്ഞു തുടങ്ങുമ്പോഴേ കാഴ്ചക്കാരായ നിങ്ങൾ ചിന്തിക്കും, ഈ അച്ഛനിത് പറയാം, കാരണം ഞങ്ങളല്ലേ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. കർത്താവ് പറയുന്നു, ആദ്യത്തെ കൽപ്പന, ബൈബിളിലെ 1ാമത്തെ കൽപ്പന ഇതാണ്: നിങ്ങൾ പോയി പെറ്റുപെരുകുവിൻ. 1ാമത്തെ കൽപ്പന നമ്മൾ അനുസരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ബാക്കി കൽപ്പനകൾക്ക് നിലനിൽപ്പ് പോലുമില്ല. 1ാമത്തെ കൽപ്പനയായ പെറ്റുപെരുകുവിൻ എന്ന കൽപ്പനയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ഒരിക്കൽ ഒരു കല്യാണത്തിന്റെ മധ്യത്തിൽ, കല്യാണത്തിന്റെ പ്രസംഗത്തിന്റെ അവസാനത്ത് ചെറുപ്പക്കാരനായ ഒരു യുവവൈദികൻ മനോഹരമായ അദ്ദേഹത്തിന്റെ പ്രസംഗം ഇപ്രകാരം പറഞ്ഞു നിർത്തി: ഞാൻ നിങ്ങൾക്ക് വിശുദ്ധമായ ഒരു കുടുംബജീവിതം ആശംസിക്കുന്നു. വിശുദ്ധ യൗസേപ്പിനെ പോലെയും മാതാവിനെ പോലെയും നിങ്ങളായി തീരട്ടെ, മക്കളുടെ എണ്ണത്തിന്റെ കാര്യത്തിലല്ല. തിരുക്കുടുംബത്തിൽ ഒരേ ഒരു കുഞ്ഞുണ്ടായിരുന്ന പോലെ തിരുക്കുടുംബമായി തീരട്ടെ എന്ന് പറയുമ്പോൾ അങ്ങനെയാവട്ടെ എന്നല്ല, മറിച്ച് തിരുസഭയുടെ സത്യസഭയുടെ വിശുദ്ധ ബൈബിളിലെ 1ാമത്തെ കൽപ്പനയായ നിങ്ങൾ പോയി പെറ്റുപെരുകുവിൻ എന്ന് പറയുന്ന കൽപ്പന പൂർത്തിയാക്കട്ടെ എന്നുള്ളതാണ്. ഇത് ഒത്തിരി വാഗ്വാദങ്ങൾക്കും ചർച്ചകൾക്കും കാരണമായ വിഷയം തന്നെ ആയതുകൊണ്ട് നമുക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഈ വിഷയത്തിലേക്ക് നമ്മൾ ചർച്ചയ്ക്കായി ക്ഷണിക്കുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ ചെറിയാനെയാണ്. അദ്ദേഹം കോഴിക്കോടുകാരനാണ്. അതുപോലെ തന്നെ മഞ്ജു ചേച്ചി. ഇവർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത എന്ന് പറയുന്നത് ഇവര് 5 മക്കളുടെ മാതാപിതാക്കളാണ് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജോർജ് കുട്ടനാണ് നമ്മളോടൊപ്പമുള്ള ജോർജ് മാർട്ടിൻ ചെറിയാൻ. സ്വാഭാവികമായി എല്ലാവരും ചെയ്യുന്നത് പോലെ 2, 3, 4 കുഞ്ഞുങ്ങൾക്ക് ശേഷം പ്രസവം നിർത്തി. പക്ഷെ റീകാനലൈസേഷനിലൂടെ പിറന്ന ഒരു കുഞ്ഞാണിത്. 47ാമത്തെ വയസ്സിൽ. അതുകൊണ്ട് ഇതുപോലെ ഒരു കൊച്ചു കുഞ്ഞിനെ ആട്ടിക്കൊണ്ടിരിക്കാനുള്ള ഭാഗ്യം നമ്മുടെ ഡോക്ടറിനും കിട്ടി. നമുക്ക് ആദ്യമേ ഇവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഡോക്ടർ, കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഞങ്ങൾ രണ്ടുപേരും വിവാഹിതരാവുന്നത് 1998 ജൂൺ 7-ാം തീയതിയാണ് ഞങ്ങൾ വിവാഹിതരാവുന്നത്. അന്ന് ഞാൻ പച്ചയായ ഒരു മനുഷ്യനായിരുന്നു. അന്ന് എൻ്റെ തീരുമാനങ്ങൾ ഇങ്ങനെയായിരുന്നു. ദൈവത്തോട് ചോദിക്കാതെ തന്നെ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പക്ഷക്കാരനായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് കുഞ്ഞിനെ മതി. ആ രീതിയില്ല. കാരണം അന്ന് ഞാൻ ആത്മീയതയിൽ ഇതുപോലെ വളർന്നിട്ടില്ല. ആ ഒരു അവസരത്തിൽ ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചു. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ കുഞ്ഞിന് വേണ്ടി ശ്രമിക്കാൻ തുടങ്ങി. അന്നേരമാണ് ദൈവം പറയുന്നത്, നീ തോന്നുമ്പോഴല്ല ഞാൻ കുഞ്ഞിനെ തരാൻ പോകുന്നത്. എനിക്കൊരു സമയമുണ്ട്, ആ സമയം നിങ്ങൾക്ക് കുഞ്ഞിനെ ഞാൻ തരുള്ളൂ. അതുകൊണ്ട് ആ ഒരു സമയമായി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ആദ്യത്തെ കുഞ്ഞിനെ ഗർഭം ധരിക്കുവാനും അതിനോടൊപ്പം തന്നെ ആ കുഞ്ഞിനെ 2000 മാർച്ച് 20 ഞങ്ങൾക്ക് ആദ്യത്തെ കൺമണിയെ തരുന്നത്. അന്നേരം തന്നെ ഞാനൊരു തീരുമാനം, അന്നും നമ്മുടെ ഒരു എന്താ പറയുക, മാനുഷികമായിട്ടുള്ള ഇനിയിപ്പോൾ ഉടനെ ഒന്നും പറ്റില്ല. കാരണം ആദ്യത്തെ കുഞ്ഞ് സിസേറിയനിലൂടെയാണ് കിട്ടിയത്. പെൺകുട്ടിയായിരുന്നു. നേഹ എന്ന് പറഞ്ഞ എൻ്റെ ആദ്യത്തെ മോള്. അപ്പം ആ സമയത്ത് ഞാൻ എടുത്തൊരു തീരുമാനം, ഇനിയിപ്പോൾ ഉടനെ ഒരു കുഞ്ഞൊന്നും ഇല്ല, കാരണം സിസേറിയൻ ആണല്ലോ, ഇവർക്ക് ആവശ്യത്തിന് റെസ്റ്റ് കിട്ടണം. അപ്പം ആ രീതിയിലുള്ള നമ്മുടെ മെഡിക്കൽ സയൻസ് പഠിപ്പിക്കുന്ന രീതിയിലെല്ലാം പ്രതിരോധ നടപടികളും സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോണ്ട് ഇതാ പെട്ടെന്ന് വിചാരിക്കാതെ വീണ്ടും ഇവൾ ഗർഭിണിയാവുന്നു. അപ്പം ആകെ ഒരു ടെൻഷനായി. ഇതെങ്ങനെ 2ാമത്തെ കുഞ്ഞ് ഉടനെ തന്നെ വന്നു കഴിഞ്ഞാൽ സിസേറിയൻ തന്നെ നിർബന്ധമായിട്ടും പോകേണ്ടി വരും.
അന്നേരം അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു എന്താ തീരുമാനം എടുക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നൊരു സമയമായിരുന്നു. അന്നേരം എൻ്റെ പിതാവ് പറഞ്ഞു, സാരമില്ല, പ്രഗ്നൻ്റ് ആയില്ല, ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി നോക്കാം. അങ്ങനെ രണ്ടാമത്തെ കുഞ്ഞ്, സാറിന്റെ അപ്പനെ എന്ത് ചെയ്യാ? ഡോക്ടറാണ്. ഡോക്ടർ. അപ്പം അദ്ദേഹം പറഞ്ഞു, സാരമില്ല മോനെ, ഇതിപ്പം രണ്ടാമത്തെ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോഴും എനിക്കാകെ ഒരു വെപ്രാളായിരുന്നു, എങ്ങനെ ഒരു കുഞ്ഞ് തന്നെ വളർന്നു വരുന്നതേ ഉള്ളൂ, രണ്ടാമത്തെ കുഞ്ഞ്. അപ്പം അമ്മയുടെ ആരോഗ്യം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പം രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത്, പ്രസവത്തിൻ്റെ സമയം അടുത്തപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു, ഇനി മുമ്പോട്ട് പോകണ്ട, നമുക്ക് പ്രസവം നിർത്താം. അപ്പം ഞാൻ പറഞ്ഞു, ഒരു തരത്തിലും, കാരണം ഇവർക്ക് അധികം പ്രായമില്ല, എനിക്കും അധികം പ്രായമില്ല, രണ്ട് കുഞ്ഞിൽ എങ്ങനെയാണ് നിർത്തുന്നത് എന്നുള്ളൊരു പ്രയാസം. പറഞ്ഞത് രണ്ടാമത്തെ സിസേറിയനാണ്, അതിൻ്റെതായ റിസ്കുകളുണ്ട്, ഡോക്ടർക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. അപ്പം കുട്ടീനെ എന്നെ കാണിച്ച സമയത്ത് തന്നെ ഡോക്ടർ ചോദിച്ചാൽ എന്നാൽ നിർത്തുമല്ലേ? ഞാൻ പറഞ്ഞില്ല, ഇപ്രാവശ്യം കൂടെ ഞങ്ങളെ ഒന്ന്. അപ്പം അങ്ങനെ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ ഈ രണ്ട് കുട്ടികളെ വളർത്തുന്ന തത്രപ്പാടിൽ ഞാൻ എപ്പോഴും വിചാരിച്ചു, ഇനി കുറച്ച് കഴിയട്ടെ, ഇനിയൊരു കുഞ്ഞിന് വേണ്ടിയിട്ട്. അപ്പം ആ സമയങ്ങളിലാണ് ജീസസ് യൂത്തിൻ്റെ ധ്യാനങ്ങളിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അന്നേരമാണ് ആ ധ്യാനങ്ങളിലൂടെ 2 സിസറിനല്ല 3-4 സിസറിൻ ചെയ്യുന്നവർ ഉണ്ട്. അതിൽ തന്നെ ഒരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഇതിൽ ഞാൻ തന്നെ 4-5 സിസറിൻ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം കുറേശ്ശെ നമ്മുടെ മെഡിക്കൽ സയൻസ് ഒന്ന് മാറി ദൈവത്തിൻ്റെ സയൻസ് പതുക്കെ മനസ്സിലൊരു ധൈര്യം തരാൻ തുടങ്ങി. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ മൂന്നാമതൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും, അപ്പം മൂന്നാമത്തേത് സിസേറിയൻ ചെയ്യാൻ തന്നെ ഞങ്ങളുടെ നാട്ടിൽ മൂന്നാമത്തെ സിസേറിയൻ എന്ന് പറയുമ്പോൾ തന്നെ ചെയ്യാൻ ഡോക്ടർമാരെ പ്രയാസമാണ്. അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ മാതാ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കാണുകയും ഡോക്ടർ പറഞ്ഞു, മൂന്നാമതൊരു കുട്ടി എന്തായാലും ശ്രമിക്കാം നിങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾക്ക് മൂന്നാമതൊരു കുട്ടി, അതും ഒരു പെൺകുട്ടിയായിരുന്നു. രണ്ടാമത്തെ പെൺകുട്ടിയാണ്. മൂന്നാമത്തെ ഒരു പെൺകുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ പ്രസവം കഴിഞ്ഞ് ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ ഞങ്ങൾക്ക് 4മതൊരു കുഞ്ഞിന് ചാൻസ് ഉണ്ടോ? അപ്പം ഡോക്ടർ മുഖത്ത് കിട്ടും, 4 തീർച്ചയായും നിങ്ങൾക്ക് ഒരു കുഞ്ഞിനും കൂടെ നിങ്ങൾക്ക് ഇനി ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെ വീണ്ടും ഒരു കുറഞ്ഞ ഇടവേളയിൽ തന്നെ 4മത്തെ കുഞ്ഞിനും ഞങ്ങൾ ഡെലിവറിക്ക് വേണ്ടി വീണ്ടും ആശുപത്രിയിൽ ചെന്നു. അന്നേരം ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞു, ചെറിയാൻ ഇത് ലാസ്റ്റാണ്, നീ എന്നെ കാണുന്നത് ഇത് ലാസ്റ്റ് ആക്കണം, ആ പ്രസവം നിർത്താൻ വേണ്ടിയിട്ടൊന്ന് ഒപ്പിട്ട് തരണം. അപ്പം എനിക്കാകെ ഒരു കൺഫ്യൂഷൻ, ഇതെങ്ങനെ നിർത്താനൊരു, കാരണം കുട്ടികളെ എത്ര കണ്ടിട്ടും മതിയാവാത്ത ഒരു സ്വഭാവം ആയതുകൊണ്ട് തന്നെ നിർത്താൻ എനിക്കൊരു മടി. പക്ഷെ അവസാന നിമിഷം ഡോക്ടർ പറഞ്ഞു, ഇത് മെഡിക്കൽ സയൻസ്. അവന്റെ വരവിനെ തടയുന്നതിനെ പറ്റി പറഞ്ഞപ്പോഴും കൊച്ചു തന്നെ പ്രതികരിച്ചു. കരയാനുള്ള ആള് വരത്തില്ലായിരുന്നു. 4മത്തെ കുഞ്ഞും അങ്ങനെ സിസേറിന് വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറെടുത്തിരിക്കുമ്പോഴാണ് ഡോക്ടർ പറയുന്നത്, ഇനി റിസ്ക് ആണ്, നമ്മൾ പ്രസവം നിർത്തുന്നതാണ് നല്ലത്. അപ്പം ഞാൻ ഇവളുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ഇവള് പറഞ്ഞു, നമ്മളെക്കാളും പഠനമുള്ളൊരു ഡോക്ടർ പറയുന്നു, നമുക്കത് അനുസരിക്കാം. അങ്ങനെ ഞങ്ങൾ 4മത്തെ കുട്ടിയുടെ സിസേറിയനോടുകൂടി അങ്ങനെ 4 സിസേറിയൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രസവം നിർത്തി. പ്രസവം നിർത്തി എന്ന് പറഞ്ഞപ്പോൾ അവൻ കരഞ്ഞു തുടങ്ങി. 5മത്തെ വരാനുള്ള അവസരം കളഞ്ഞാണ് ചേച്ചി കുഞ്ഞിനെടുത്തത്. അവന്റെ അവസരം കളഞ്ഞത് അവൻ ശക്തമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. അപ്പം ശരിക്കും 4മത്തെ പ്രസവം നിർത്തിയ ശേഷം എനിക്ക് അതിലൊരു കുറ്റബോധം ആ സമയത്ത് തോന്നിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ജീവിതം ഇതുപോലെ ഇങ്ങനെ മുമ്പോട്ട് പോയി. ആ സമയത്താണ് എനിക്ക് പെട്ടെന്ന് ജോലിയിൽ ഒരു പ്രൊമോഷൻ കിട്ടിയിട്ട് അട്ടപ്പാടി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ട് വന്ന്. അപ്പം ആ ജോലിയിൽ നിന്ന് ലീവ് എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു സാഹചര്യം വന്ന സമയത്ത് മഞ്ജു തന്നെ പറഞ്ഞു, ഞാൻ 4 കുട്ടിയെ ഞാൻ നോക്കിക്കോളും, നിങ്ങൾ നിങ്ങളുടെ ജോലി കൃത്യമായിട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ഒരു 1.5 വർഷത്തോളം ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ജോലിയുടെ അവസരത്തിൽ തന്നെ കണ്ണിലൊരു ചെറിയ ബ്ലിസ്റ്റർ ബീറ്റിൽ എന്ന് പറഞ്ഞൊന്ന് ഇടത് കണ്ണിലേക്ക് പോയി. അങ്ങനെ കണ്ണിൻ്റെ കോർണിയ കംപ്ലീറ്റ് ഡാമേജ് ആയി. ഒരു കണ്ണിൻ്റെ കാഴ്ചശക്തി ഭാഗികമായിട്ട് നഷ്ടപ്പെട്ടു. ആ ഒരു അവസരം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ലീവ് എടുക്കാതെ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യം വന്നു. അങ്ങനെ ലീവ് എടുത്ത് 2-3 മാസം എടുത്തിട്ടും കണ്ണ് ശരിയാവാതെ വന്നപ്പോൾ വീണ്ടും നമ്മൾ ലീവ് മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്നൊരു തോന്നല്. ഞാൻ ജോലി ചെയ്യുന്നത് അട്ടപ്പാടിയിൽ എത്രയോ നല്ല നമ്മൾ എപ്പോഴും കേൾക്കുന്ന ധ്യാന കേന്ദ്രമുണ്ട്. നമുക്ക് എന്തുകൊണ്ട് അവിടെ പോയി ഇത്രയും ദിവസം നമുക്ക് ദൈവത്തിന് കൊടുത്തുകൂടാ? കർത്താവ് വലിയവനല്ലേ, അതാണ് അങ്ങനെ ഒരു പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ നിന്നൊരു തോന്നല്. അപ്പൊ ഇവളും പറഞ്ഞു, ഒരു കുഴപ്പമില്ല, പോയി ധ്യാനം കൂടിക്കോളൂ. ആ ഒരു 5 ദിവസത്തെ ധ്യാനം കൂടിയപ്പോഴാണ് വചനത്തിന്റെ ഒരു പ്രകാശം കിട്ടിക്കഴിഞ്ഞപ്പോൾ, ബിനോയ് അച്ഛൻ്റെ തീപ്പൊരി പോലത്തെ വചനങ്ങൾ വന്നങ്ങ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണ്, അയ്യോ നമ്മൾ ദൈവത്തിന്റെ അരൂപിയെ നഷ്ടപ്പെടുത്തിയല്ലോ, അങ്ങനെയുള്ളൊരു പെട്ടെന്നൊരു. പക്ഷെ എനിക്ക് ഈ ഒരു സംഗതി ഞാൻ തീരുമാനിച്ച് ചെയ്ത ഒരു കാര്യം എങ്ങനെ ഇവളുടെ മുമ്പിൽ അവതരിപ്പിക്കണം എന്നുള്ളൊരു പ്രയാസം. അപ്പം വേറൊരു എളുപ്പവഴി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, മഞ്ജു നീയും കൂടെ പോയി ആ ധ്യാനം ഒന്ന് കൂടണം. വളരെ എളുപ്പവഴിയാണ്. അങ്ങനെ ബുദ്ധിമുട്ട് അച്ഛൻ്റെ നമുക്കത് പറയാനുള്ളൊരു ഇതുകൊണ്ട്
അങ്ങനെ ധ്യാനത്തിന് വേണ്ടി മഞ്ജുവിനെ വിട്ടു. അപ്പം ഞാൻ പറഞ്ഞു 4 കുട്ടികളെ ഞാൻ നോക്കിക്കോളാം, കാരണം ജോലി ഇല്ലാതിരിക്കുകയല്ലേ, കുട്ടികളെ നോക്കാം. അങ്ങനെ ഇവള് ധ്യാനം കൂടി ഇവളെ കൂട്ടാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു നമുക്കൊന്ന് അച്ഛൻ്റെ അടുത്ത് വരെ പോകണം. അപ്പം ഇവളിങ്ങനെ കൂട്ടിക്കൊണ്ട് പോയി സാംസൺ അച്ഛൻ്റെ അടുത്ത്. അപ്പം പറഞ്ഞു ഞാനിങ്ങനെ റീകാനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം എനിക്ക് സന്തോഷമായി, കാരണം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഇവൾ ആ ഒരു ഡിസിഷനിലേക്ക് വരണം എന്നുള്ളായിരുന്നു. നമ്മളത് അടിച്ചേൽപ്പിക്കരുത് എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അപ്പം ദൈവത്തിൻ്റെ അരൂപി ഇവളോടും സംസാരിച്ചല്ലോ, എന്നോടും സംസാരിച്ചല്ലോ. അപ്പോൾ അത് ശരിക്കും ദൈവത്തിൻ്റെ അരൂപിയാണ്. വിവാഹം എന്ന കൂദാശയുടെ വലിയൊരു മനോഹാരിത, പരിശുദ്ധാത്മാവ് ഒരേ രീതിയിൽ തന്നെ രണ്ടുപേരെയും ഒരേ സമയത്ത് ചിന്തിപ്പിക്കുക എന്നുള്ളത് അത് ഭയങ്കര അതിൻ്റെ ഒരു ഭംഗിയാണ്. അപ്പം അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ദൈവം ഇനി 5ാമത്തെ കുഞ്ഞിനെ, ഇവിടെ ജോലിയുമില്ല ശമ്പളവും ഇല്ല. അപ്പോൾ അച്ഛൻ വളരെ സിമ്പിളായിട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ദൈവം എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പം എനിക്കത് കേട്ടപ്പോൾ എനിക്കത് വളരെ സിമ്പിളായൊരു വചനം. എന്നാലും ഞാൻ വിചാരിച്ചു അച്ഛൻ പറഞ്ഞതല്ലേ, ഞാനിത് വിശ്വസിക്കുന്നു. പിന്നീട് ഞങ്ങൾ റീകാനലൈസേഷന് പോകണം. അപ്പം തീരുമാനമെടുക്കുക. അപ്പം ഇവളെ സമ്മതിച്ച് കഴിഞ്ഞാൽ പിന്നെ തീരുമാനം ഓക്കെയാണ്. അപ്പോഴാണ് എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത് എന്തൊരു മണ്ടത്തരാണ് നിങ്ങൾ പ്രസവം നിർത്തി പിന്നെ റീകാനലൈസേഷൻ, അത് അന്ന് ചിന്തിക്കേണ്ടതല്ലായിരുന്നോ? അപ്പം അത് ശരിക്കും അന്ന് ഞാനാ ചിന്തിച്ചത്, അതുകൊണ്ട് ആ മണ്ടത്തരം പറ്റി. ദൈവമായിരുന്നെങ്കിൽ നിർത്താൻ പറയില്ലായിരുന്നു, സമ്മതിക്കില്ലായിരുന്നു. അപ്പം അന്ന് ഏതായാലും തെറ്റുപറ്റി, ഏതായാലും തെറ്റ് തിരുത്തുക. അപ്പം അതിലൂടെ നമുക്ക് ആ അരൂപിയുടെ ഇതിലോട്ട് വരുമല്ലോ. ഇവളും അതാ പറഞ്ഞത്, നമുക്ക് കുട്ടിയെ ദൈവം തന്നാൽ വലിയ കാര്യം, പക്ഷെ ആ അരൂപി നമുക്ക് തടസ്സപ്പെടുത്തരുത്. അപ്പം ഞങ്ങൾക്ക് ഇത് എവിടെ പോകണമെന്നും അറിയില്ല. അങ്ങനെയാണ് ഞങ്ങൾ റീകാനലൈസേഷന് വേണ്ടിയിട്ട് ഫിൻഡോ ഡോക്ടറെ അടുത്തേക്ക് ജോർജ് ലിയോൺ ചേട്ടൻ പറഞ്ഞു വിടുന്നത്. ഇങ്ങനെ റീകാനലൈസേഷൻ ചെയ്തു. 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൾ വീണ്ടും പ്രഗ്നൻ്റ് ആയി. അപ്പോഴേ നമുക്ക് വീണ്ടും അത്ഭുതം, ദൈവം. അപ്പം പ്രഗ്നൻസി ആയി കഴിഞ്ഞപ്പോൾ ഇത് യൂട്രസിലാണോ പുറത്താണോ എന്ന് അറിയാനുള്ള ഒരു വ്യഗ്രത. നോക്കിക്കഴിഞ്ഞപ്പോൾ അത് യൂട്രസിൽ തന്നെയാണ്. പിന്നെ ഇത് എങ്ങനെ ഇനിയിപ്പോൾ മുമ്പോട്ട് കുട്ടികളുടെ 4 കുട്ടികളെ നോക്കണം. പക്ഷെ എല്ലാം ദൈവം ഭംഗിയായിട്ട് ക്രമീകരിച്ചു. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞങ്ങളെ പുതിയൊരു സ്ഥലത്തേക്ക് ദൈവം പറിച്ചു നട്ടു. തലശ്ശേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്. അവിടെ നമുക്ക് നിത്യാരാധന ചാപ്പലുണ്ട്, വിവിധ സമയങ്ങളിൽ കുർബാന. അതുകൊണ്ട് എല്ലാ ദിവസവും തന്നെ കുർബാനക്ക് പോകാനുള്ളൊരു സാഹചര്യം, നിത്യാരാധന ചാപ്പലിൽ നമുക്ക് പോയി പ്രാർത്ഥിക്കാനുള്ള സാഹചര്യം. അങ്ങനെ ആ ഒരു അരൂപിയിലായിരുന്നു ഞങ്ങൾ മുമ്പോട്ട് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ പ്രസവത്തിൻ്റെ സമയമായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്നൊരു ഇത് കിട്ടി, മെസ്സേജ് കിട്ടി, ഈ വരുന്നത് ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ അരൂപി നല്ല അഞ്ചാമതൊരു പെൺകുട്ടിയാണ്. അപ്പം വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കണം. അപ്പോഴത്തേക്ക് ഞങ്ങൾ മുഴുവൻ പ്രാർത്ഥിച്ചിരുന്നത് നാച്ചുറലി ഒരു ആൺകുട്ടിക്ക് വേണ്ടിയായിരുന്നു. 4 പെൺകുട്ടികളും ഉറപ്പായിട്ട് അനിയൻകുട്ടിന് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങി. 4 പെൺകുട്ടികളും അതുപോലെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു ഒരു ആൺകുട്ടിയെ ലഭിക്കാൻ വേണ്ടിയിട്ട്. മഞ്ജു പള്ളിയിൽ പോവുകയും ആരാധനയ്ക്ക് പോവുകയൊക്കെ ചെയ്യുമായിരുന്നു ഈ ഗർഭിണിയായിരുന്ന അവസ്ഥയിൽ. ക്ഷീണങ്ങളും പ്രശ്നങ്ങളും എനിക്ക് ക്ഷീണമൊന്നും ഞാൻ വകവെക്കാൻ ദൈവം അവസരം തന്നില്ല. ദൈവത്തിന്റെ കൃപ. എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. അതുപോലെ തന്നെ ആരാധന പള്ളിയിൽ എങ്ങനെയെങ്കിലും ഒരു 1/2 മണിക്കൂർ പോയി ഇരിക്കാൻ നോക്കുമായിരുന്നു. പിന്നെ വചനം എഴുതി പഠിക്കുമായിരുന്നു. അത് ഇടയ്ക്ക് ചാപ്പലിലൊക്കെ പോയി ഇരുന്ന് വചനം എഴുതി പഠിക്കുമായിരുന്നു. അതുപോലെ തന്നെ സിനിമ അങ്ങനത്തെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇവനെ പ്രഗ്നന്റ് ആയിരുന്ന ടൈമിൽ. എനിക്ക് തോന്നുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായി ഗർഭിണികളായി തീരുന്നവർക്ക്. കാരണം അവർ പലരും അവരുടെ ശാരീരികമായ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ വലിയ വയറായതിന്റെ പേരിലൊക്കെ പബ്ലിക്കായിട്ട് അപ്പിയർ ചെയ്യാനൊക്കെ ശ്രമിക്കുമ്പോൾ നാണക്കേട് വിചാരിക്കുമ്പോഴത്തേക്കാണ് 5ാമത് സിസേറിയന് വേണ്ടി ശ്രമിക്കാൻ പോകുന്ന ഒരാൾ എല്ലാ ദിവസവും പള്ളിയിൽ പോയി എന്ന് പറയുന്നത്. ഞാൻ ഡ്രൈവ് ചെയ്ത് തന്നെ കൊച്ചിനെ സാറിനെ കൊടുത്തോളൂ, കരച്ചിൽ ചേച്ചിക്ക് പറയാലോ ഫ്രീ ആയിട്ട്. ഈ സമയങ്ങളിലൊക്കെയും ഞാൻ മക്കളെ സ്കൂളിൽ 4 മക്കളെയും സ്കൂളിലൊക്കെ ഡ്രൈവ് ചെയ്ത് തന്നെ കൊണ്ടുവിട്ടുകൊണ്ടിരുന്നതും തിരിച്ചു കൂട്ടിക്കൊണ്ടിരുന്നതും. കാരണം ടോച്ചറിന് രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വന്നുകൊണ്ടിരുന്നത്, രാത്രിയാവും വരുമ്പം. അതിൻ്റെ ഇടയ്ക്കത്തെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ, മക്കൾ സ്കൂളിൽ പോയതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പോകാനും ആരാധന പള്ളിയിൽ പോകാനും ഒക്കെ സമയമുണ്ടായിരുന്നു. പറഞ്ഞ പോലെ സിനിമകളൊന്നും കണ്ടിട്ടില്ല, TV പ്രോഗ്രാം ഒന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ആരെങ്കിലും TV കാണരുതെന്നോ സിനിമ കാണരുതെന്നോ നിർദ്ദേശിക്കുകയോ എല്ലാം ചെയ്തു, അങ്ങനെയാണോ അതോ സ്വാഭാവികമായിട്ട്? ഇല്ല, സ്വാഭാവികമായിട്ട് ദൈവം അതങ്ങ് ക്രമീകരിക്കുക. കാരണം ഞങ്ങളവിടെ തലശ്ശേരിയിലെ ഫ്ലാറ്റിൽ അവിടെ TV ഇല്ലായിരുന്നു. പിന്നെ അത് നമ്മൾ പേർപ്പസ്ഫുള്ളി അത് അവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടും ഇല്ല. കാരണം അത് മക്കളുടെ പഠനത്തിന് ഒരു ഇതാണല്ലോ. പിന്നെ എനിക്കും കുറച്ചുകൂടെ ആത്മീയമായിട്ട് യൂട്യൂബിലൊക്കെ പോയിട്ട് പ്രഭാഷണം വട്ടായച്ചൻ്റെയും ഡൊമിനിക് അച്ഛൻ്റെയും അങ്ങനെ ഇതൊക്കെ കാണും. ഭക്തി പാട്ടുകളായിരുന്നു കൂടുതലും കേട്ടോണ്ടിരുന്നത്. പിന്നെ എന്തെങ്കിലും ഞാൻ അറിയാതെ കണ്ടാൽ തന്നെ പെട്ടെന്ന് എനിക്കത് വേണ്ട, എനിക്ക് എൻ്റെ മനസ്സിനൊരു ബുദ്ധിമുട്ടായിരുന്നു, ഞാൻ മാറ്റുമായിരുന്നു. ദൈവത്തിന്റെ കൃപ മാത്രമേ. ചെറിയ സംശയം ചോദിച്ചോട്ടെ, സാറൊരു ഡോക്ടറാണല്ലോ,
അപ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ താങ്കൾ പ്രൊഫഷണൽ ഉള്ളവരെ കളിയാക്കി 5 മക്കൾ എന്നൊക്കെ പറയുന്നത്, പ്രത്യേകിച്ച് ഒരു ഡോക്ടറിനെ പോലെ ഒരു ഹൈ പ്രൊഫഷണൽ ഉള്ള ആളെ സംബന്ധിച്ച് ഒത്തിരി എതിർപ്പുകളും ഒരു നാണക്കേടും കൂടി വരാൻ സാധ്യതയുള്ള കാര്യമാണ്. വീട്ടിൽ പപ്പ ഡോക്ടർ ആയിരുന്നു, അപ്പോൾ ഒരു ഡോക്ടർ ഫാമിലിയുടെ ആംബിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ താങ്കൾ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, അപ്പോൾ അതുപോലെ ഒരു പ്രൊഫഷണലുള്ള ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും കാര്യമായ ബുദ്ധിമുട്ടുകൾ? ഇത് 2 കുട്ടികൾ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ ഒരു പുത്തരിയല്ല, എന്നാലും 4 കുട്ടികൾ കഴിഞ്ഞ് പ്രസവം നിർത്തി വീണ്ടും ഗർഭിണിയാ റീകാനലൈസേഷന് പോയി കഴിഞ്ഞപ്പം കുറെ പേര് പറഞ്ഞു ഇതാകെ പ്രശ്നമാണ്. ഈ റീകാനലൈസ് ചെയ്തു എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് ഇത് 5ാമത്തെ സിസേറിയനായിരുന്നു. അതെ. അപ്പോൾ മെഡിക്കൽ ബുക്സ് എന്താ അതിനെ കുറിച്ച് പറയുക? മെഡിക്കൽ ബുക്സ് വായിക്കുമ്പോൾ എൻ്റെ ഉള്ള സമാധാനം കൂടെ പോവും. പക്ഷെ വചനം വായിക്കുമ്പോൾ എല്ലാത്തിനും പ്രകാശമാണ്. നീ ഒരു തരത്തിലും നീ നിരാശപ്പെടുകയും വേണ്ട, നീ നീ അതിനെക്കുറിച്ച് ഓർക്കുകയും വേണ്ട. ഞാനല്ലേ നിന്റെ കൂടെ ഉള്ളത്. ആ രീതിയിലുള്ള വചനത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവള് പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോൾ തൊട്ട് വീണ്ടും പഴയ പുസ്തകങ്ങളെല്ലാം തപ്പിയെടുത്ത് പീഡിയാട്രിക്സ് ബുക്ക് എല്ലാം എടുത്ത് വായിക്കാൻ തുടങ്ങുമ്പോൾ കംപ്ലീറ്റ് നമ്മുടെ മനസ്സമാധാനം പോവാണ്. കേൾക്കുന്ന മുഴുവൻ ഈ പ്രായത്തിൽ കുഞ്ഞുങ്ങൾ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, ഡിഫക്ട്സ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഏറ്റവും സർവശക്തനായ ദൈവം ഉള്ളപ്പോൾ എല്ലാം ദൈവത്തിന്റെ അടുത്ത് നമുക്ക് കൊടുക്കാം. പിന്നെ പലപ്പോഴും രാവിലെ കുർബാനക്ക് പോകാൻ എനിക്ക് മടി വരുമ്പോൾ ഗർഭിണി എഴുന്നേറ്റ് ചായ ഉണ്ടാക്കി തരുന്ന കാണുമ്പോൾ ഞാനും ചാടി എഴുന്നേറ്റ് പോകാറുണ്ട്. അപ്പൊ ശരിക്കും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്കൊരു, അപ്പൊ അവർക്ക് ക്ഷീണം തോന്നുന്ന ദിവസം ചില ദിവസം എനിക്ക് ഉഷാറായിരിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത്. ജോർജേട്ടാ, ഇപ്പോ സാറ് പറഞ്ഞ ഒരു വിഷമമുണ്ടല്ലോ, ബുദ്ധിമുട്ടുണ്ടല്ലോ, നാട്ടുകാരുടെ ഒരു വലിയൊരു ഉണ്ടാക്കുന്ന ഒരു പൊല്ലാപ്പുണ്ട്. 2-3 കുഞ്ഞുങ്ങൾ കഴിയുമ്പോൾ നാട്ടുകാർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. അടുത്ത പ്രസവത്തിന് പോകുമ്പോഴത്തേക്ക് ഉയ്യോ നിർത്താറായില്ല, മഹാ അപരാധം ചെയ്ത പോലെയാണ് അടുത്ത കുഞ്ഞിനെ കൂടി ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റി. എനിക്ക് ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അനുഭവം ഓർത്തോണ്ടിരിക്കുകയായിരുന്നു. മാസത്തിൽ എൻ്റെ 3ാമത്തെ കുഞ്ഞിനെ വെൽക്കം ആത്മീയരെന്ന് കരുതുന്നവർ പോലും പെട്ടെന്ന് എന്നൊരു ഞെട്ടലാണ് ആദ്യത്തെ അവരുടെ റിയാക്ഷനിലേക്ക് വരുന്നത്. പലപ്പോഴും ഞാനിത് അച്ഛൻ പറഞ്ഞ പോലെ അതേ ലൈനിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇവർക്ക് എന്താണ് ഇതിനകത്തുള്ള നഷ്ടം. 5 പ്രാവശ്യം ഓപ്പറേഷൻ നടത്താൻ ബുദ്ധിമുട്ട് അമ്മയ്ക്കില്ല, പക്ഷെ ഇതിനെക്കുറിച്ച് സാറിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആഗോള ജനസംഖ്യയിൽ വരുത്തി വെക്കുന്ന വലിപ്പമാണ്. ചരിത്രം തന്നെ തെളിയിച്ചതല്ല, വലിയ മണ്ടത്തരമായിരുന്നു അത്. ഞാൻ ഓർക്കുമ്പോൾ അത് ഇതെന്നോട് പറയാറുണ്ട്, ലോക ജനസംഖ്യയിലേക്ക് ഒരു സംഭാവനയാണ് ഇത്. ലോകത്തിൽ ഭക്ഷണം ഇല്ലാതെയാക്കുകയാണ്, തിന്നാനൊരു വായും കൂടെ വരികയാണ്, ഇങ്ങനെയെല്ലാം ഉള്ള വാർഗ്. അപ്പം ഞാനത് വാസ്തവത്തിൽ ഞാൻ വേറെ ചരിത്രം ഏറെ പഠിക്കുകയോ പുസ്തകങ്ങൾ വായിക്കുകയോ ചെയ്തതിൻ്റെ പുറത്തല്ല. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ 3-ലോ 4-ലോ ഒക്കെ പഠിക്കുന്ന സമയത്താണ് ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടാകുന്നത്. ആ യുദ്ധത്തിന്റെ സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ രാജ്യസ്നേഹ റാലികൾ നടത്തിക്കൊണ്ട് വിളിച്ചുകൊണ്ട് 3-ലും 4-ലും ഒക്കെ പഠിക്കുന്നത്. അന്ന് ഞങ്ങൾ വിളിച്ച മുദ്രാവാക്യങ്ങളിലൊന്നായിരുന്നു മാവോ മാവോ മ്യാവോ മ്യാവോ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വിളിച്ചിരുന്ന മുദ്രാവാക്യം ഇതായിരുന്നു, ഞങ്ങൾ 1 അല്ല 2 അല്ല 40 കോടി. ഈ 40 കോടി ഞങ്ങളുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞ് ചൈനയെ വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്കൂളിന് അടുത്തുള്ള ടൗണിൽ പ്രകടനം നടത്തിച്ച് മടങ്ങി വന്ന് ഞങ്ങൾ കഴിച്ച ആഹാരം എന്തായിരുന്നു അറിയാമോ? സ്കൂളിൽ നിന്നും PL 480 പ്രകാരം അമേരിക്കക്കാർ അയച്ചു കൊടുത്ത ചോളപ്പൊടിയും അവരയച്ചു തന്ന എന്താ പറയുന്നത് ഹൈഡ്രജനേറ്റഡ് ഓയിലും അവരയച്ചു തന്ന പാൽപ്പൊടിയും. അത് എങ്ങനെയുള്ളതാന്ന് വെച്ചാൽ തീരെ ദരിദ്ര രാജ്യങ്ങൾക്ക് യാതൊരു കാരണവശാലും വില കൊടുത്ത് വാങ്ങിക്കാത്തവർക്ക് അവർ സൗജന്യമായി കൊടുത്തിരുന്ന അവരെ കടലിൽ തള്ളുന്നതിന് പകരം തള്ളിയ 2012 FCI ഗോഡൌണിൽ നിന്നും ഗോതമ്പും ധാന്യങ്ങളും ബംഗാൾ ഉൾക്കടലിൽ തള്ളേണ്ട ഗതികേട് വന്നു. 120 കോടിക്ക് മുകളിലാണ് ഇന്ത്യയിലെ ജനസംഖ്യ. എന്താ സംഭവിക്കുക? ജനസംഖ്യ 3 ഇരട്ടി ആയപ്പോൾ ഭക്ഷ്യധാന്യോൽപാദനം അതിനേക്കാൾ എത്രയോ അധികമായതുകൊണ്ടല്ലേ വല്ലവരുടെയും തെണ്ടി തിന്നുകൊണ്ടിരുന്ന നമ്മൾ കൊണ്ട് ഇത് വേസ്റ്റ് കളയുന്ന ഒരു അവസ്ഥയിലേക്ക്, ആർക്കും വാങ്ങിക്കാൻ ആളില്ലാത്ത അത്ര ഇതിലേക്ക്. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഉറപ്പിച്ച് പറയും, ദൈവം സമൃദ്ധമായി തരുന്നുണ്ട്. ആർക്കെങ്കിലും ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ വിതരണത്തിൽ വന്ന തകരാറാണ്. മനുഷ്യന്റെ വിതരണത്തിൽ വന്ന തകരാറ് കൊണ്ട് മാത്രമാണ് ദാരിദ്ര്യം ഉണ്ടാകുന്നല്ലാതെ ദൈവം തരാതിരിക്കുന്നുണ്ട്. മക്കള് അധികമായ ദാരിദ്ര്യം വരുമെന്ന് പറയുന്നത് സർവശക്തനായ അപ്പനിലുള്ള വിശ്വാസം തെളിവ് മാത്രമാണ്. കാരണം ദൈവം ഇതെല്ലാം മക്കളെ തരുന്നതും എത്ര പേരുണ്ട് മക്കളെ കിട്ടാഞ്ഞിട്ട് കാത്തിരിക്കുന്നു. എന്ത് നമ്മൾ ഈ പറയുന്ന സയൻസ് പറയുന്നവർക്ക് അല്ലെങ്കിൽ മറ്റ് ഇക്കണോമിക്സ് പറയുന്നവർക്ക് ഒരു കുഞ്ഞിനെ അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ലല്ലോ. അപ്പോൾ ദൈവം ഇതെല്ലാം ക്രമീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ വിശ്വാസമില്ലായ്മയാണ് ഇതിനകത്ത്. ഇവിടെയൊക്കെ നമ്മൾ സഭ തന്നെ പഠിപ്പിക്കുന്ന റെസ്പോൺസിബിൾ പാരന്റ്ഹുഡ്, ഉത്തരവാദിത്വമുള്ള രക്ഷാകർതൃത്വം. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് റെസ്പോൺസിബിൾ പാരന്റ്ഹുഡ് സമം പിള്ളേരുടെ എണ്ണം കുറയ്ക്കരുത് എന്ന് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു നോഷനാണ് വരുന്നത്. സത്യത്തിൽ അതല്ല. ഇതാ റെസ്പോൺസിബിൾ പാരന്റ്ഹുഡ്. എന്താ കുഞ്ഞ് കരയുന്നു, അതിനെ
ആട്ടിക്കൊടുക്കാൻ, കുഞ്ഞിനെ പരിപാലിക്കാൻ ഉള്ള ഉത്തരവാദിത്വം, അപ്പനും അമ്മയ്ക്കും ഉള്ള ഉത്തരവാദിത്വം, അതാണ് അല്ലാതെ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള റെസ്പോൺസിബിലിറ്റി അല്ല. കുഞ്ഞിനെ ഇല്ലാതാക്കല്, കുഞ്ഞിനെ ജനിക്കാതിരിയാക്കൽ എങ്ങനെയാണ് റെസ്പോൺസിബിലിറ്റി ആകുന്നത്? ഇറ്റ്സ് മോസ്റ്റ് ഇറസ്പോൺസിബിൾ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ അതിനെ ഒരിക്കലും റെസ്പോൺസിബിലിറ്റി എന്ന് പറയാൻ പറ്റില്ല. അത് എൻ്റെ ഒരു കാഴ്ചപ്പാട് എനിക്ക് തോന്നി കേട്ട് കഴിഞ്ഞപ്പോഴത്തേനുവേ. വാസ്തവം പറഞ്ഞാൽ 5ാമത് ഡോക്ടർ കൊണ്ടായത് മോനല്ലേ? ഇത് ആൺകുട്ടിയാണ്. പക്ഷെ ഞങ്ങളൊരു പെൺകുട്ടിയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പ്രസവത്തിന്റെ അടുക്കാറായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു മെസ്സേജ്, ഇത് പെൺകുട്ടിയാണ്, പക്ഷെ എല്ലാ സന്തോഷത്തോടും കൂടി അവളെ സ്വീകരിക്കണം. അപ്പം ഞങ്ങൾ ആ രീതിയിൽ ഞങ്ങളുടെ കുട്ടികളെ ഒരുക്കി. അപ്പം കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ സ്വർഗസ്നായ പിതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിച്ചത് ഒരു ആൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, ദൈവം നമുക്ക് ഏറ്റവും ഉചിതമായതിനെ തരുള്ളൂ, അപ്പം നമുക്ക് ആ രീതിയിൽ സ്വീകരിക്കാം. ആ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ ഡെലിവറിക്ക് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പം ഞാൻ നിത്യാരാധന ചാപ്പലിൽ പ്രാർത്ഥിക്കാൻ പോയി. കുട്ടികൾ വെളിയിൽ നിൽക്കുകയാണ്. അപ്പം സിസ്റ്റർ കൊണ്ടുവന്ന് കുട്ടീനെ കൊണ്ടുവന്ന് തന്നിട്ട് പറഞ്ഞു, മഞ്ജു പ്രസവിച്ചു, ആൺകുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ കുട്ടികൾ ഞാനല്ല, പെൺകുട്ടിയാണ് വരേണ്ടത്, ഒന്നുകൂടെ ഒന്ന് നോക്കിയേക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ അവിടെ ഒരു ബഹളം കഴിഞ്ഞിട്ടാണ് ഇവരെന്നെ വന്ന് വിളിക്കുന്നത്. അപ്പൊ ഞാനൊരു പെൺകുട്ടിയെ സ്വീകരിക്കാൻ വേണ്ടി ചെന്നുകൊണ്ടിരുന്നപ്പോഴാണ് മോളിങ്ങനെ ചെവി വന്ന് പറയുന്നത്, ഇതൊരു ആൺകുട്ടിയാണ് അച്ഛൻ, ഇത് 4 പ്രാവശ്യമായി അച്ഛൻ്റെ ചെവി വന്ന് ഞാൻ പറയുന്നത്. അന്നേരമാണ് ഇതൊരു ആൺകുട്ടിയാണല്ലോ ഞാൻ കിട്ടിയത് എന്നുള്ള. എല്ലാം ദൈവത്തിന്റെ ഒരു എന്താ പറയുക, പൂർണ്ണമായ സന്തോഷം നമുക്ക് തരാൻ വേണ്ടി ആയിരിക്കാം ദൈവം അങ്ങനെ ഒരു പദ്ധതി ഇട്ടത്. യോഹന്നാനെ പറ്റി തിരുവചനം പറയുന്ന പോലെ ഈ ശിശു ആരായിത്തീരും. തീർച്ചയായിട്ടും തമ്പുരാന്റെ പ്രത്യേക സമ്മാനവും ഈ കാലഘട്ടത്തിന്റെ അടയാളം കൂടിയാണ് ഈ കുഞ്ഞ്. കാരണം വൈദ്യശാസ്ത്രമൊക്കെ നോ പറഞ്ഞെടുത്ത് അതിനേക്കാൾ അപ്പുറം തമ്പുരാന്റെ വിശുദ്ധമായ കരങ്ങൾ കൊണ്ട് നടത്താൻ പറ്റാത്ത ഒന്നുമില്ലെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ കുട്ടി. പിന്നെ വേറൊരു കാര്യം കൂടെ എന്താ, ഞങ്ങളുടെ മെഡിക്കൽ സയൻസ് പറയുന്നത് ഓരോ ഡെലിവറി കഴിയുമ്പോഴും കുട്ടിയുടെ വെയിറ്റ് കുറഞ്ഞു പോകും. അപ്പൊ ഞാൻ മഞ്ജുവിനോട് പറഞ്ഞു, 5ാമത്തെ കുട്ടി വളരെ ശോഷിച്ച ഒരു കുട്ടിയായിരിക്കും, കുറെ സമയം ആ കുട്ടിക്ക് വേണ്ടി ചെലവഴിക്കണം, അപ്പം നീ അത് പ്രതീക്ഷിച്ചിരിക്കണം. അപ്പൊ അവൾ അന്ന് മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി, എൻ്റെ കൊച്ചിന് നല്ല വെയിറ്റ് കൊടുക്കണേന്ന്. കൊച്ചു പ്രസവിച്ച് വന്നപ്പോൾ 3.69 കിലോ വെയിറ്റ്, നോർമൽ 5 പേരിലും ഏറ്റവും കൂടുതൽ തൂക്കം. അപ്പം ഞാൻ പഠിച്ച മെഡിക്കൽ സയൻസ് എവിടെ, ദൈവത്തിന്റെ സയൻസ് എവിടെ? അതാണ് ആ ഒരു. ഒരിക്കല് ധ്യാനം കൂടിക്കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഒരു യുവ വൈദികൻ തന്നെ പ്രസംഗത്തിൽ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. ഒരു മാതാപിതാക്കള് തങ്ങളുടെ 2 മക്കളുള്ള മാതാപിതാക്കള് വൈദികനെ കണ്ടു വന്നിട്ട് പരാതി പറയാണ്, 2 മക്കൾ ഞങ്ങളെ നോക്കുന്നില്ല, ഇവർ ഞങ്ങളെ കൊണ്ട് വൃദ്ധസദനത്തിൽ തള്ളിയിരിക്കുകയാണെന്ന്. അപ്പോ അച്ഛൻ ഒട്ടും അതിശയോക്തിയിൽ അതിരിച്ചു പറഞ്ഞു, അവർക്കതിന് വിളിയില്ല, അതുകൊണ്ട് അവർ നോക്കുന്നില്ല. അപ്പനെ നോക്കാൻ വിളിയില്ലെന്ന്. കാരണം 1ാമത്തെ കൊച്ചു വിദേശത്ത് ജോലി ചെയ്യുന്നു, 2ാമത്തെ കൊച്ചു നാട്ടിൽ ഭാര്യയോടൊപ്പം മാറി താമസിക്കുന്നു. 1ാമത്തിന് വിദേശത്ത് പോയി ജോലി ചെയ്യാൻ വിളിയുണ്ട്, 2ാമത്തിന് ഭാര്യ വീട് നോക്കാൻ വിളിയുണ്ട്. 3ാമത്തെയോ 4ാമത്തെയോ 5ാമത്തെയോ കുട്ടിക്കായിരുന്നു അപ്പനെ അമ്മേനെ നോക്കാനും വീട് നോക്കാനും വിളി. അവനെ പുറത്തേക്ക് വരാൻ അവരനുവദിച്ചില്ല, അതുകൊണ്ട് അവരിപ്പോൾ അടച്ചുപൂട്ടി വൃദ്ധസദനത്തിൽ കുത്തിയിരിക്കുന്നു. കർത്താവിന്റെ വാക്കാണത്. ഒറ്റുപെരുവിലെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തങ്ങൾ കർത്താവ് മെനഞ്ഞു കൊടുത്തിരുന്നു. ദാവീദിനെ തിരഞ്ഞെടുത്തത് അങ്ങനെയല്ലേ? 5, 6, 7, 8 ആയിട്ടാണ് ദാവീദിനെ തിരഞ്ഞെടുക്കുന്നത്. കഴിവുള്ളവരും ആകാര ഭംഗിയുള്ളവരൊക്കെ ഉള്ളപ്പോൾ കർത്താവിന്റെ നോട്ടം മറ്റൊരുവനിലായിരുന്നു. അവനെ വരാൻ അനുവദിച്ചപ്പോഴത്തേക്കാണ് ആദ്യത്തെ രാജാവ് ഉണ്ടാവുന്നത്. തന്റെ ഹൃദയത്തിനിണങ്ങിയവനെ ദൈവം തിരഞ്ഞെടുത്തത് ദാവീദിനെ പറ്റി പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചില പല കണ്ടുപിടുത്തങ്ങൾ ഈ ഭൂമിയിൽ നടത്താനോ അല്ലെങ്കിൽ വളരെ പ്രത്യേകമായി ശുശ്രൂഷ ചെയ്യാനോ അനോയിന്റ് ചെയ്ത് സ്വർഗത്തിൽ നിന്ന് വിട്ടവരെ ഭൂമിയിലേക്ക് വരാൻ നമ്മൾ അനുവദിക്കുന്നില്ലെങ്കിൽ അത് വളരെ ഭീകരതയാണ്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 6ാമത്തെ മാമോദീസ നടത്താൻ വേണ്ടി പോയി. 6ാമത്തെ മാമോദീസ നടത്തി കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ 5 കുഞ്ഞുങ്ങളുള്ള വീട്ടിലെ ഏറ്റവും ഇളയ കുഞ്ഞ് എൻ്റെ കൈ പിടിച്ചിട്ട് പറയാണ്, അച്ഛാ, സുല്ലങ്ങളുടെ വീട്ടുകാർ ഞങ്ങളെ തോപ്പിച്ചെന്ന്. കാരണം അവർക്ക് 6 കുഞ്ഞുങ്ങളായി, നമുക്ക് 5 ഉള്ളെന്ന്. ഏറ്റവും കൊച്ചു കുഞ്ഞിന് വരെ അറിയാം. അതെ, ഏറ്റവും കൊച്ചു കുഞ്ഞിന് വരെ അറിയാം വീട്ടിലെ ഏറ്റവും വലിയ സമ്മാനം ആ കുട്ടിക്ക് കിട്ടാൻ പോകുന്ന അടുത്ത വാവയാണെന്ന്. ഭൂമിയിൽ ഏറ്റവും വലിയ സമ്മാനവും മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനവും അടുത്തൊരു കുഞ്ഞിനെ തന്നെയാണ്. ഞാൻ തന്നെ വീട്ടിലെ 4ാമത്തെ കുഞ്ഞാണ്. മൂത്തത് 3 ചേച്ചിമാരായിരുന്നു. 4ാമത്തെ ഒരു ആൺകുഞ്ഞിന് അല്ലെങ്കിൽ 4ാമത്തെ ഒരു കുഞ്ഞിന് വേണ്ടി അവർ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ ഈ പറയാൻ ഞാനോ ഒരു പുരോഹിതൻ സഭയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ ജോർജ് കുട്ടൻ പോലും ഇപ്പൊ ഇങ്ങനെ ഈ ഒരു എപ്പിസോഡ് വന്നിരിക്കാൻ ഉണ്ടാവുമായിരുന്നില്ല. അതുകൊണ്ട് മക്കളുടെ എണ്ണം നിയന്ത്രിക്കുന്ന എല്ലാവരും ദൈവമാകാൻ ശ്രമിക്കുന്നവരാണ്. അവർക്ക് ശാപം, തിരുവചനം പറയുന്ന പോലെ നിങ്ങൾക്ക് ശാപമെന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. പക്ഷെ ഇത് ആർക്കുള്ളൊരു കുറ്റപ്പെടുത്തലോ ആരെയും നോവിക്കാനോ അല്ല. നമ്മൾ പലരും നമ്മുടെ അറിവുകേട് കൊണ്ടോ അല്ലെങ്കിൽ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടോ ഒക്കെ ചിലർ മക്കളുടെ എണ്ണം നിശ്ചയിച്ചവരുണ്ടാകും, അല്ലെങ്കിൽ അവർ പ്രത്യേക ജോലിയുടെ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ചിലർ അബോർഷൻ നടത്തിയവരുണ്ടാകും. ആർക്കുള്ള കുറ്റപ്പെടുത്തലോ ആരെയോ താഴ്ത്തിക്കെട്ടാനോ വേണ്ടി പറഞ്ഞതല്ല, മറിച്ച് കർത്താവ് ഭൂമിയിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ, കർത്താവിന് വേണ്ടി സന്താനങ്ങളെ, ഈ ഭൂമിയെ വളർത്തേണ്ട ഉത്തരവാദിത്തമാണ് ഓരോ മാതാപിതാക്കൾക്കുള്ളത്. അതിലവര് കൈയിട്ട് വാരുന്നത് സ്വർഗത്തിനെതിരെയുള്ള ഏറ്റവും വലിയ അപരാധമായി തന്നെ വേണം നമ്മൾ കരുതാനായിട്ട്. അതുകൊണ്ട്
എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് അബോർഷൻ പോലെയുള്ള പാപത്തിലൂടെ കടന്നുപോയി മാനസിക വ്യത അനുഭവിക്കുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് ഒരു വൈദികൻ എന്ന നിലയിൽ. അവർക്കൊക്കെയുള്ള ഏറ്റവും നല്ലൊരു പരിഹാരം എന്ന് എനിക്ക് തോന്നുന്നത് അവർക്ക് മറ്റൊരു കുഞ്ഞിനെ എടുത്തു വളർത്താൻ, അത്ര 5-6 കുഞ്ഞുങ്ങളുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലുള്ള മക്കളെയൊക്കെ ഒന്ന് എടുത്തു വളർത്താനോ അവരെ സാമ്പത്തികമായി സഹായിക്കാനോ നല്ലൊരു സ്കൂളിൽ അഡ്മിഷനോ അങ്ങനെയൊക്കെ സ്പോൺസർ ചെയ്ത് കുറെ കൂടിയൊക്കെ ഒരു പ്രാക്ടിക്കൽ സൈഡിൽ കുറെ കൂടിയൊക്കെ ഒരു കുറ്റബോധത്തിന്റെ ലെവൽ മാറ്റാൻ പറ്റുന്ന ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഒന്നു ചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അടുത്തുണ്ടെങ്കിൽ അവരെ ഒന്ന് കയ്യിലോ ഹൃദയത്തോടും ചേർത്ത് വെച്ച്, അവർ വിദൂരത്താണെങ്കിൽ അവരെ ഒന്ന് മനസ്സിൽ കൊണ്ടുവന്ന്, പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക കൃപകളൊക്കെ ധ്യാനിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഈ ഭൂമിയിൽ നീ വിവാഹമെന്ന കൂദാശ സ്ഥാപിച്ച് പവിത്രമായ കുടുംബങ്ങളെ സൃഷ്ടിച്ചത് നിന്റെ സൃഷ്ടികർമ്മം പൂർത്തിയാക്കാൻ വേണ്ടിയാണല്ലോ. നിനക്ക് ഈ ഭൂമിയിൽ അനേകം അത്ഭുതങ്ങൾ വീണ്ടും തുടരാൻ വേണ്ടിയാണല്ലോ. തമ്പുരാനെ, ഒരു നിമിഷം മാപ്പ്. ഞങ്ങൾ എപ്പോഴെങ്കിലും അഹങ്കരിച്ചോ, നിന്റെ ഹിതത്തിനെതിരായോ, ഞങ്ങൾ ദൈവങ്ങളായോ ഞങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, മക്കൾ ഇത്ര മതിയെന്ന് തീരുമാനിച്ച് ഞങ്ങളൊരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരല്പം കൂടി കടന്ന് ഞങ്ങൾ ആരെങ്കിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അബോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, തമ്പുരാനെ മാപ്പ്. പ്രത്യേകിച്ച് ഈ നിമിഷം സഹോദരങ്ങളെ നമുക്കൊന്നു ചേർന്ന് അങ്ങനെ ഒരു അബോർഷന്റെ കുറ്റബോധത്തിൽ ജീവിക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കൂടി ഒന്ന് പ്രാർത്ഥിക്കാം. ഈ നിമിഷം നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഉയരുമ്പോൾ അനേക ദമ്പതികൾക്ക്, പ്രസവം നിർത്തിയവർക്കൊക്കെ റീകാനലൈസേഷനുള്ള കൃപ തമ്പുരാൻ കൊടുക്കാൻ വേണ്ടി പുത്തൻ ബോധ്യവും പുത്തൻ വെളിച്ചവും കൊടുക്കാനും അവരുടെ കുടുംബം തിരുക്കുടുംബത്തിന്റെ വിശുദ്ധിയിലേക്കും നിങ്ങൾ പോയി പെറ്റുപെരുകുവനെന്ന് പറഞ്ഞ തിരുവചനത്തിന്റെ അഭിഷേകത്തിലേക്ക് വളരാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ നിമിഷം നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. ഓ സ്വർഗമേ, സ്വർഗീയ സൈന്യമേ, സകല മാലാക്കമാരെ, വിശുദ്ധരെ, ഞങ്ങളുടെ പേരിന്റെ കാരണക്കാരായ വിശുദ്ധരെ, വിശുദ്ധരായ ദമ്പതികളായി സ്വർഗത്തിൽ വാഴുന്ന വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് മാധ്യസ്ഥം വഹിക്കണമേ. വിശുദ്ധ ഔസേപ്പിതാവേ, പരിശുദ്ധ കന്യകാമറിയമേ, പ്രത്യേകമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്കൊന്ന് ചേർന്ന് തലകൾ കുമ്പിട്ട് ഈശോമിശിഹായുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവന്റെയും മാധ്യസ്ഥവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.